പത്രവാർത്തകൾ അറിയണ്ടേ? പ്രസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ഇന്നിപ്പോൾ സുജിത് ചന്ദ്രൻ എനിക്കിപ്പോൾ ഉണ്ട് പ്രസ് സ്റ്റോപ്പിൽ പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. മിസ്റ്റർ സുജിത് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു, ഗുഡ് മോർണിംഗ്. പെരുമ്പളത്തിൻ്റെ വാർത്തകൾ, ഒപ്പം ഇന്നലത്തെ കോൺഗ്രസിൻ്റെ 5 ഗ്യാരണ്ടിയുടെ വാർത്തകൾ, പിന്നെ ഇലക്ഷൻ വാർത്തകൾ. ഇതാണ് യുദ്ധം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. മാതൃഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ 5 ഉറപ്പുമായി UDF. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ കോൺഗ്രസിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ സമയത്ത് പറഞ്ഞതൊക്കെ പോലെ 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ കേരളത്തിന് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. UDF KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സൗജന്യ ഇൻഷുറൻസ്, 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ, പ്രത്യേക വയോജന വകുപ്പ്, പുതിയൊരു മിനിസ്ട്രി കൊണ്ടുവരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതാണ് മാതൃഭൂമി ഇന്ന് ഒന്നാം വാർത്തയാക്കിയിരിക്കുന്നത്. കമോൺ ഇന്ത്യ എന്നുള്ള പേരിൽ ഇന്നിപ്പോൾ ലോകകപ്പിന് തയ്യാറെടുക്കുകയാണല്ലോ. ഇന്ന് വൈകുന്നേരം അഹമ്മദാബാദിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടുന്നു. കമോൺ ഇന്ത്യ എന്ന് പ്രധാനപ്പെട്ട വളരെ പ്രാധാന്യത്തോട് തന്നെ ഒരു ഇൻഫോഗ്രാഫിക്സ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉൾപേജിൽ ഫൈനൽ സൺഡേ എന്ന് പറഞ്ഞ് മഴവിൽ വർണ്ണത്തിലാണ് സൺഡേ അടിച്ചിരിക്കുന്നത്. വിശദമായ വാർത്ത, ഇൻഫോഗ്രാഫിക്സ്, ക്രിക്കറ്റ് സ്ഥിതിവിവര കണക്കുകൾ, മറ്റ് കരിയർ റെക്കോർഡ്സൊക്കെ അടക്കം വളരെ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് പോവുകയാണെങ്കിൽ അനുനയത്തിൽ അടങ്ങാതെ ജി സുധാകരൻ എന്നുള്ളതാണ്. ഇന്നലെ ജി സുധാകരൻ മുഖ്യമന്ത്രി പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച വാർത്തയുടെ ലൈവ് ലിങ്ക് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നു. അല്പസമയത്തിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യുന്നു. താൻ അറിയാതെ ഇട്ട പോസ്റ്റാണെന്ന് വിശദീകരിച്ചാണ് പിൻവലിച്ചത്. DC-യിൽ നിന്ന് അഡ്മിൻ ഇട്ടതാണെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച, അതായത് ഇന്നലെ, ജില്ലയിലെത്തിയിട്ടും വിളിക്കുകയോ കാണുകയോ ചെയ്യാത്തതും പ്രതിഷേധം കടുപ്പിക്കാൻ കാരണമാണ് എന്ന് മാതൃഭൂമി പറയുന്നു. അതിൻ്റെ താഴെ മറ്റൊരു വാർത്തയുണ്ട്. ഇനി തറവാട്ടിൽ പിറന്ന സ്ത്രീകൾക്ക് പാർട്ടി ഓഫീസിലേക്ക് ധൈര്യമായി പോകാമെന്ന് CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ശരിക്കും ആ പ്രസ്താവന ഇപ്പോൾ വലിയ വിവാദം ആയിരിക്കുകയാണ്. PK ശശി എന്ന വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രം CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ തറവാട്ടിൽ പിറന്ന ഒരു സ്ത്രീയും കാലുകുത്തിയിരുന്നില്ലെന്നും ഇപ്പോഴവർക്ക് ധൈര്യമായി കടന്നു വരാമെന്നുമായിരുന്നു ഏരിയ സെക്രട്ടറിയുടെ പ്രസ്താവന. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഇങ്ങനെ ഒരു സ്ത്രീക്കും കടന്നു വരാൻ പറ്റാത്ത രീതിയിലാണ് ആ ഓഫീസെങ്കിൽ അതാരും എന്തേ ഇതുവരെ പറഞ്ഞില്ല, അയാൾ ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതുവരെ. 2, തറവാട്ടിൽ പിറന്നത് എന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഉപയോഗിക്കാവുന്ന വാക്കാണോ? തറവാട്ടിൽ പിറക്കുന്നതാണോ അതിൻ്റെ ഒരു മാനദണ്ഡം? അത് പൊളിറ്റിക്കലി ശരിയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമിയുടെ 8-ാം പേജിൽ ഫോട്ടോ ഫിനിഷ് എന്ന പേരിൽ ഇന്ന് അവരൊരു സർവേ നൽകിയിട്ടുണ്ട്. അതായത് 2 ദിവസങ്ങളിലായി കേരളത്തിലെ മണ്ഡലങ്ങളിലെ ട്രെൻഡ് പ്രസിദ്ധീകരിക്കുകയാണ്. ടെലിവിഷൻ ഒക്കെ നടത്തുന്ന സർവേ മാതിരി തന്നെ ആദ്യത്തെ 35 മണ്ഡലങ്ങൾ, അത് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ പകുതി വരെയല്ല, കേരളത്തിൽ ഇടവിട്ടുള്ള കേരളമുടനീളമുള്ള 35 മണ്ഡലങ്ങളുടെ ഫലമാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചത്. ബാക്കി 35 നാളെ വരും. ഇപ്പോൾ ഫോട്ടോ ഫിനിഷാണ്. അതായത് LDFന് 17, UDFന് 16. ആദ്യഘട്ടത്തിൽ ഒരു സീറ്റിൻ്റെ എഡ്ജ് LDFന് ഉള്ളതായിട്ടാണ് പറയുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? 34.62% പേർ മികച്ചതെന്നും 28% പേർ ശരാശരിയെന്നും മോശമെന്നും 33 അഭിപ്രായമില്ല എന്ന് 4 പേരും പറയുന്നു. രമേശ് ചെന്നിത്തലയോ VD സതീശനോ മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യത്തിന് കൂടുതൽ ആളുകളും ഉത്തരം പറഞ്ഞത് VD സതീശനാണ്. VD സതീശന് 51.51%, രമേശ് ചെന്നിത്തലയ്ക്ക് 48%. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങൾക്കാകെ കൂടി 62.9 മാർക്ക്, അതായത് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിരിക്കുന്നു പിണറായിക്ക് എന്ന് മാതൃഭൂമിയുടെ വായനക്കാർ പറയുന്നു. ഇനി മനോരമയിലേക്ക് വന്നാൽ കമോൺ ഇന്ത്യ കപ്പടിക്കൂ എന്നാണ് മുൻ പേജിൽ തന്നെ മാതൃഭൂമി മാതൃകയിൽ തന്നെ പറഞ്ഞത്. ഉൾപേജിൽ അടുത്ത വാർത്തയുണ്ട്. ഫൈൻ അൽ സഞ്ജു എന്നാണ് പറയുന്നത്. ഫൈൻ അൽ സഞ്ജു പഴയ തേരാപ്പാര നടന്ന മനോഹര എന്താ പറയുന്നത്, സലീംകുമാറിൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, ഇപ്പോൾ അൽ മനോഹരനോ അങ്ങനെ പറയുന്ന പോലെ 3 ദിവസം മുമ്പുള്ള സഞ്ജു അല്ലിത് അൽ സഞ്ജു ആണ്. സഞ്ജു
ഇന്നത്തെ ഫൈനലിലും കളിയിലെ താരമാകുമെന്ന് നമുക്ക് കരുതാം. 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന് രാത്രി 7 മുതൽ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം നടക്കാനിരിക്കുന്നു. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. നമ്മുടെ പ്രതിനിധി രുചീഷ് വി രവീന്ദ്രനും അവിടെയുണ്ട്. തത്സമയ വിവരങ്ങൾ സ്റ്റേഡിയത്തിന് പുറത്തു നിന്നും രുചീഷ് എത്തിക്കും. ഒപ്പം നമ്മുടെ സ്പോർട്സ് ടീം വിശദമായ കളിയുടെ വിവരങ്ങൾ എല്ലാ ബുള്ളറ്റിനിലും എത്തിച്ചുകൊണ്ടിരിക്കും. കളിയുടെ തത്സമയ അപ്ഡേറ്റും കൃത്യസമയത്ത് ന്യൂസ് മലയാളത്തിൽ ഉണ്ടാകും. മനോരമയുടെ 4-ാം പേജിലേക്ക് വന്നാൽ യുദ്ധം നിർത്താൻ അവസരം കാത്ത് എന്നാണ് മറ്റൊരു വാർത്ത. എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാനാണ് രണ്ട് കൂട്ടരുടെയും പദ്ധതി എന്നാണ് പറയുന്നത്. 2-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ സമാധാന ശ്രമങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിൻ്റെ സൂചനകളുണ്ട്. ആക്രമണങ്ങളുടെ സ്ഥിതി ഇതോടെ കുറഞ്ഞു വരുന്നു എന്നൊക്കെ പറയുമ്പോഴും ആശ്വാസമായില്ല. വീണ്ടും പെയ്തു തീയുണ്ടകൾ എന്ന് പറഞ്ഞ് ഇന്നലെ ദുബായ് വിമാനത്താവളത്തിൽ വീണ ഡ്രോൺ ആക്രമണത്തിൻ്റെ സ്ഫോടനത്തിൻ്റെ ദൃശ്യവും മനോരമ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിൽ നിർഭയ നിശ ഇന്ന് മുതൽ എന്നാണ് ഒന്നാമത്തെ വാർത്ത. രാത്രി 7:30 പദ്ധതിക്ക് സംസ്ഥാന പോലീസ് തുടക്കമിടും. പദ്ധതി ഇതാണ്: രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച നിർഭയ നിശ പദ്ധതി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സംസ്ഥാനത്താകെ നടപ്പാക്കും എന്ന് പറയുന്നു. ദേശാഭിമാനിയുടെ 2-ാം പേജിൽ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമായി. പെരുമ്പളംപാടം പാലം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. വികസന കുതിപ്പിന് കാരണം തുടർഭരണം, മമ്മൂട്ടിയുടെ പ്രസ്താവന എന്നിങ്ങനെ തുടങ്ങി ഒരു പേജ് മൊത്തം ആഘോഷിക്കുകയാണ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനവും ഒക്കെ തന്നെ. US-ൻ്റെ 9-ാം പേജിൽ ഇന്ത്യയെ US-ൻ്റെ മുഖത്തിൽ കെട്ടിയത് കോൺഗ്രസ് ആണ് എന്നൊരു രാഷ്ട്രീയ വാർത്ത. അമേരിക്കൻ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് വിധേയമായുള്ള ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുടക്കമിട്ടത് നരസിംഹറാവു സർക്കാരാണ്. ഏതായാലും ഇപ്പോൾ മോദി സർക്കാർ കാഴ്ചക്കാരാണെന്ന് പറയുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലും US അധിനിവേശം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാവികസേന മഹാസമുദ്രത്തിൻ്റെ കാവൽക്കാർ ഇന്ത്യൻ നാവികസേനയാണെന്ന് ഒക്ടോബറിൽ INS വിക്രാന്തിൽ ഹോളി ആഘോഷിക്കുന്നതിനിടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തീരത്ത് നമ്മുടെ ക്ഷണപ്രകാരം വന്ന് നാവികാഭ്യാസം നടത്തി തിരിച്ചുപോയ നമ്മുടെ അതിഥികളായ ഒരു കപ്പലിനെ ടോർപിഡോ ജലമിസൈൽ എയ്ത് മുക്കിത്താഴ്ത്തി 80-ലേറെ അതിഥികളെ കൊന്നു എന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ദേശാഭിമാനി. ഇന്ത്യക്ക് അപ്പോൾ മിണ്ടാട്ടമില്ലെന്നും. കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ അയൽക്കാരെ മാപ്പ് ആക്രമിക്കാൻ ഇനിയില്ലെന്ന് ഇറാൻ പറഞ്ഞ വാർത്തയാണ്. വീണ്ടും US വിമാനവാഹിനി 3-ാമത്തെ വിമാനവാഹിനി കപ്പലിനെയും വിന്യസിക്കാൻ US തയ്യാറെടുക്കുന്നു. തൊട്ടിപ്പുറത്ത് എങ്ങനെയാണ് യുദ്ധം നമ്മളെയൊക്കെ ബാധിക്കുക, അവിടെ യുദ്ധം നടന്നാൽ നമുക്കെന്ത് എന്നൊക്കെ കരുതുന്നവർക്ക് അടുക്കളയിൽ ഗ്യാസ് ബോംബ് വീണിരിക്കുന്നു എന്ന് കേരള കൗമുദി പറയുന്നു. ഗാർഹിക ഗ്യാസിൻ്റെ വില 60 രൂപയാണ് കൂട്ടിയത്. ഗാർഹിക ഉപഭോക്താക്കൾ ആകെ 33.2 കോടി പേരുണ്ട്. ഗൾഫിൽ നിന്നുള്ള ഇറക്കുമതി 80 മുതൽ 90% വരെയാണ് ഗ്യാസിന്. വാണിജ്യ സിലിണ്ടറിന് കൂടിയത് 115. യുദ്ധം എങ്ങനെ നമ്മുടെ അടുക്കളയിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ് കേരള കൗമുദി വാർത്തയിലുള്ളത്. മംഗളം വാർത്തയിൽ ക്ഷേമ പെൻഷൻ 300 തരും. കേരളത്തിലെ ശാപാന്തരീക്ഷം മാറ്റിയത് LDF എന്ന് LDFിൻ്റെയും UDFിൻ്റെയും 2 വാർത്തകളെ ബാലൻസ് ചെയ്തിരിക്കുകയാണ്. വീക്ഷണത്തിലാകട്ടെ സ്വപ്നങ്ങൾ സത്യമാകുന്നു. രാഹുലിൻ്റെ പഞ്ചാമൃതം എന്നാണ് വീക്ഷണത്തിൽ വാർത്ത. ക്ഷേമ പെൻഷൻ 3000 ആക്കും. മോദി കർഷകരെ വഞ്ചിച്ചു എന്ന് രാഹുൽ പറഞ്ഞതടക്കം വീക്ഷണത്തിലുണ്ട്. മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ ചെല്ലാനം ടെട്രോപോഡ് ഭിത്തി നാടിനെ സമർപ്പിച്ചു. ഇന്നലെ നടന്ന മറ്റൊരു കാര്യമായിരുന്നു. ഓർക്കുന്നുണ്ട്, കുറേ വർഷം മുമ്പ് ഈ കൊച്ചിയിൽ ഒരു റിപ്പോർട്ടറായിരിക്കുന്ന സമയത്ത് ഈ ചെല്ലാനത്തൂടിയൊക്കെ പോകുമ്പോൾ ഒരിക്കൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടലിരച്ചു വന്നതുപോലും ഓർക്കുന്നു. ഇപ്പോൾ അത് അവിടെയൊക്കെ മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെ ആയിട്ടുണ്ട്. ഈ പെരുമ്പളം പാലത്തിൻ്റെയൊക്കെ ഇടയിൽ നടന്ന മറ്റൊരു നിശബ്ദ വിപ്ലവമാണ് ചെല്ലാനത്ത് സംഭവിച്ചത്. ജന്മഭൂമിയാകട്ടെ ആരുടെയും അനുമതി തേടുകയുമില്ല എന്ന് പറയുന്നു കേന്ദ്രം. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ. പക്ഷേ ഇന്നലെ US സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞതൊക്കെ ഇന്ത്യ കേട്ടു എന്നുള്ളതാണെന്നാണ് ഇതിൻ്റെ മറ്റൊരു കൗതുകം. ചന്ദ്രികയിലേക്ക് വരികയാണെങ്കിൽ ഇനി പുതുയുഗം എന്ന് ചന്ദ്രിക പറയുന്നു. സിറാജ് ബുക്കിങ്ങിന് നിയന്ത്രണം. LPG വാർത്ത തന്നെയാണ് അവർ പ്രധാന വാർത്തയാക്കുന്നത്. സുപ്രഭാതമാകട്ടെ ഗൾഫിൽ ഇനി ആക്രമണമില്ല, നിർത്തി മാപ്പ് എന്ന് പറഞ്ഞതും കേന്ദ്രത്തിൻ്റെ ഇരുട്ടടി. ഗ്യാസിൻ്റെ വിലയും അവർ സുപ്രഭാതവും മുൻപേജിൽ തുല്യ പ്രാധാന്യത്തോടെ വിന്യസിച്ചിരിക്കുന്നു. സേതു സുചന്ദ്രൻ, ശരി. അപ്പം